നമസ്കാരം. പുരാതനമായ വിശ്വാസങ്ങളും ഏറ്റവും പുതിയ സയൻസും തമ്മിൽ എവിടെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശബ്ദത്തിന് നമ്മുടെ ജീനുകളെ വരെ മാറ്റാൻ കഴിയുമോ? വളരെ കൗതുകകരമായ ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈയൊരു വിശകലനം. ഒരു ശബ്ദത്തിന് നമ്മുടെ DNA മാറ്റാൻ പറ്റുമോ? കേൾക്കുമ്പോൾ തന്നെ എന്തൊരു അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ടാവുമല്ലേ? പക്ഷേ ശബ്ദതരംഗങ്ങൾക്ക് നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നൊരാശയം പുരാതന കാലം മുതലേയുണ്ട്. നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. അപ്പോൾ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കിതിനെ 5 പ്രധാന ഭാഗങ്ങളായിട്ടൊന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണിതിന്റെ പ്രധാന ആശയമെന്ന് നമ്മൾ സംസാരിക്കും. പിന്നെ നമ്മുടെ DNA സ്വിച്ചുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും പ്രത്യേക മന്ത്രങ്ങൾക്കിതിൽ എന്ത് പങ്കാണുള്ളതെന്നും നോക്കൂ. അതിനുശേഷം ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു, അവസാനം ശാസ്ത്രം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്നും നമ്മൾ പരിശോധിക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന ആശയം? ഒരു ശബ്ദത്തിന് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് പറയുന്നതിൻ്റെ പിന്നിലെന്താണ്? നമുക്ക് നോക്കാം. ഈ ആശയത്തിന് പറയുന്ന പേരാണ് വേവ് ജെനറ്റിക്സ്. സിമ്പിളായി പറഞ്ഞാൽ ശബ്ദത്തിന്റെ വൈബ്രേഷൻസ്, അതായത് അതിന്റെ ഫ്രീക്വൻസികൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. വേദമന്ത്രങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രത്യേക ശബ്ദതരംഗങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നോക്കൂ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഭൂരിഭാഗവും വെള്ളമാണ്, അല്ലേ? ശബ്ദത്തിന് വെള്ളത്തിലൂടെ ഈസിയായിട്ട് സഞ്ചരിക്കാൻ പറ്റും. ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ശബ്ദതരംഗങ്ങൾ നമ്മുടെ DNA ഉള്ളിലുള്ള സോളിറ്റോൺ വേവ്സ് എന്ന് പറയുന്ന ചില പ്രത്യേക തരംഗങ്ങളെ സ്വാധീനിക്കും. അതായത് ഊർജ്ജം ഒന്നും നഷ്ടപ്പെടാതെ DNA പോകുന്ന ചില സ്റ്റേബിളായിട്ടുള്ള വേവ്സ്. ഇത് ചിലപ്പോൾ DNA ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തിയേക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ കാര്യം DNA ഘടനയിൽ മാത്രം ഒതുങ്ങുന്നില്ല, അതിന്റെ പ്രവർത്തന രീതിയെയും ഇത് സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം, അല്ലേ? ഇവിടെയാണ് എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ DNA എന്ന വലിയൊരു പുസ്തകമില്ലേ, അതിന്റെ സൈഡിൽ നമ്മൾ പെൻസിൽ കൊണ്ട് കുറിപ്പുകൾ എഴുതുന്നത് പോലെയാണ്. കണ്ടന്റ് മാറുന്നില്ല, പക്ഷേ അത് വായിക്കുന്ന രീതിക്ക് മാറ്റം വരുന്നു. ഈ സ്ലൈഡിൽ കാണുന്നതുപോലെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ ജീനുകൾ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആണെങ്കിൽ എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്നത് അതിന്റെ സോഫ്റ്റ്വെയർ ആണ്. അതും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ. നമ്മുടെ ജീവിതശൈലി, ഭക്ഷണം, എന്തിന് നമ്മുടെ ചിന്തകൾക്ക് പോലും ഈ സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. വേദപാരമ്പര്യത്തിൽ പറയുന്നത് മന്ത്രജപം നടത്തുമ്പോൾ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന 3 അടിസ്ഥാന ശക്തികൾ അല്ലെങ്കിൽ ഊർജ്ജങ്ങൾ ഉണരുമെന്നാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, പിന്നെ ക്രിയാശക്തി. ഓക്കെ, അപ്പോൾ ഓരോ മന്ത്രത്തിനും ഓരോ പ്രത്യേക ഫലങ്ങളുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? ഈ പറയുന്ന ഓരോ മന്ത്രവും ഈ ശക്തികളുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഓരോ മന്ത്രത്തിനും ഓരോ പ്രത്യേക ഫലമാണ് കൽപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, ഓം എന്ന മന്ത്രം ജപിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗത്തെ സ്വാധീനിക്കുമെന്നും അതുവഴി സ്ട്രെസ് കുറയ്ക്കുമെന്നും പറയുന്നു. അതേസമയം ഗായത്രി മന്ത്രം ഓർമ്മശക്തി കൂട്ടാനാണ് സഹായിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ ലളിതാ സഹസ്രനാമം നമ്മുടെ ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുമെന്നും പറയപ്പെടുന്നു. ശരി, മന്ത്രങ്ങളുണ്ട്, അവയ്ക്ക് ചില ഫലങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ശബ്ദം എങ്ങനെയാണ് നമ്മുടെ ചെവിയിൽ നിന്ന് ജീനുകളിലേക്കെത്തുന്നത്? അതിന്റെ പാത എന്താണ്? ഈ തിയറി അനുസരിച്ച് ഇതിനൊരു വ്യക്തമായ വഴിയുണ്ട്. ഒന്നാമതായി, നമ്മൾ മന്ത്രം കേൾക്കുന്നു. ഈ ശബ്ദം നമ്മുടെ തലച്ചോറിൽ ചില കെമിക്കൽ മാറ്റങ്ങളുണ്ടാകുന്നു. ഈ മാറ്റങ്ങളാണ് എപ്പിജെനറ്റിക് അടയാളങ്ങൾ എന്ന് പറയുന്നത്. ഈ അടയാളങ്ങൾ നമ്മുടെ ചില ജീനുകളെ ഓൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യുന്നു, ഒരു സ്വിച്ച് പോലെ. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ചില ജീനുകൾ ഓണാകും. ഈ NF-κB, IL-6 എന്നൊക്കെ പറയുന്നത് അത്തരം ചില ജീനുകളാണ്. ഇത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. മന്ത്രജപം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ജീനുകളുടെ പ്രവർത്തനം കുറയുമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. അതായത് ആ ഓണായി കിടന്ന സ്വിച്ച് ഓഫ് ആവുന്നതുപോലെ. ഇതുവരെ നമ്മൾ ഈ തിയറിയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആധുനിക ശാസ്ത്രം ഇതിനെപ്പറ്റി എന്തു പറയുന്നു? തെളിവുകളുണ്ടോ? അപ്പോൾ ശാസ്ത്രീയമായി നമുക്ക് എന്തൊക്കെ അറിയാം? ധ്യാനം, മൈൻഡ്ഫുൾനെസ് പോലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ജീനുകളുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ട്രെസ്സും ഇൻഫ്ലമേഷനുമായി ബന്ധപ്പെട്ട ജീനുകളിലാണ് ഈ മാറ്റങ്ങൾ കൂടുതലായി കാണുന്നത്. അതുകൊണ്ടുതന്നെ ഈ ആശയം മുഴുവനായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ബട്ട് വരുന്നത്. ധ്യാനം പോലുള്ള കാര്യങ്ങൾക്ക് പൊതുവായി ജീനുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഓം എന്ന പ്രത്യേക മന്ത്രം
ഇന്ന ജീനിനെ മാറ്റുന്നു അല്ലെങ്കിൽ ഗായത്രി മന്ത്രം മറ്റൊരു ജീനിനെ മാറ്റുന്നു എന്ന് കൃത്യമായി തെളിയിക്കുന്ന വലിയ പഠനങ്ങളൊന്നും ഇപ്പോഴില്ല. ഉള്ളത് കൂടുതലും നിരീക്ഷണങ്ങൾ മാത്രമാണ്. ഇപ്പോഴത്തെ ഗവേഷണത്തിന്റെ അവസ്ഥയാണ് ഈ ചാർട്ടിൽ കാണിക്കുന്നത്. കണ്ടില്ലേ? അനുഭവസാക്ഷ്യങ്ങളും നിരീക്ഷണങ്ങളും ഇഷ്ടം പോലെയുണ്ട്. ചെറിയ ചില പഠനങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശാസ്ത്രീയമായി തെളിയിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ്, അതായത് വലിയ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് അഥവാ RCTs, അത് വളരെ വളരെ കുറവാണ്. അപ്പോൾ ശാസ്ത്രലോകത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആശയം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഇത് ഉറപ്പിച്ചു പറയാൻ ഇനിയും ഒരുപാട് ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? പുരാതനമായ ജ്ഞാനത്തെയും ആധുനിക ശാസ്ത്രത്തെയും ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ചോദ്യത്തിനു മുന്നിൽ. ഇത് ശാസ്ത്രം ഭാവിയിൽ കണ്ടെത്താൻ പോകുന്ന ഒരു വലിയ രഹസ്യമാണോ? അതോ എക്കാലത്തും ഒരു രഹസ്യമായി തന്നെ തുടരുമോ? കൂടുതൽ ഗവേഷണങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ നമുക്കിതിനൊരു ഉത്തരം കിട്ടിയേക്കാം. എന്തായാലും ഈ വിഷയം നിങ്ങളെ ചിന്തിപ്പിക്കുമെന്ന് കരുതുന്നു. നന്ദി.